സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസം മുമ്പ് ബാലയുടെ ബർത്ത്ഡേയുടെ അന്ന് ബാല ഒരു വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതായത് അമൃത സുരേഷും താനും തമ്മിൽ വിവാഹബന്ധം ഏർപ്പെടുത്താനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട്, കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ അമൃത സുരേഷിനെ കണ്ടു എന്നാണ് ഈ ബാല പറഞ്ഞത്. അതിനെതിരെ പ്രതികൂലമായിട്ട്, അതായത് ബാലയുടെ സൈഡിൽ പിടിച്ച് ഒരുപാട് ആൾക്കാർ വന്നു, അതുപോലെ തന്നെ അമൃത സുരേഷിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് വന്നു. ഞാനൊരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല പറഞ്ഞത് ശരിയായില്ല. അതായത് ബാലയും അമൃതയും പിരിഞ്ഞ് രണ്ടുപേരും രണ്ട് ജീവിതം തിരഞ്ഞെടുത്തവരാണ്. കുട്ടിയെ ഓർത്തിട്ടെങ്കിലും ബാല അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിൽ ഞാൻ ബാലയെ പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ബാല ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഹൈദരലിൻ്റെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ബാലയുടെ സംസാരം കേട്ടപ്പോഴേ ബാല ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതായത് ബാലയ്ക്കിപ്പം വേണ്ടതെന്ന് പറഞ്ഞാൽ എലിസബത്തോ അല്ലെങ്കിൽ അമൃത സുരേഷോ ഒന്നുമല്ല. ബാലയ്ക്ക് വേണ്ടത് പാപ്പുമോള് എന്ന് പറയുന്ന ബാലയുടെ മകളാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതുതന്നെയാണ് ബാലയുടെ മനസ്സിലും. ബാലയ്ക്കുള്ള ഇപ്പോൾ ഏറ്റവും വലിയൊരു ദുഃഖവും അത് തന്നെയാണ്, വേറെ ഒരു ദുഃഖവുമില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എലിസബത്തുമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഈ പാപ്പുമോളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാല പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങളൊക്കെ ഹൈദരാലി ചോദിക്കുന്നുണ്ട്. പിന്നെ ബാല പറയുന്ന ഒരു കാര്യം, കോടതി ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ബാലയെ കാണിക്കുന്നില്ല എന്ന് ബാല ചോദിക്കുന്നുണ്ട്. അതായത് അപ്പോൾ പിന്നെ ഹൈദരാലി പറയുന്ന ഒരു മറുപടി ഇതാണ്, കുട്ടിക്കും കൂടി തോന്നണ്ടേ എന്ന്. അതായത് കുട്ടിക്കും കൂടി തോന്നണ്ടേ എന്നുള്ളത് അവിടെ ഒരു പ്രശസ്തിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ നല്ല രീതിയിൽ വേണമെങ്കിൽ ഇവർക്ക് ബ്രെയിൻ വാഷ് ചെയ്യാം. അതായത് മോളെ നിൻ്റെ അച്ഛനാണ്, പക്ഷേ ഇതുവരെ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ നിന്നോട് സ്നേഹമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ മനസ്സ് ആ ഒരു ലെവലിലേക്കാണ് പോവുക. അതുകൊണ്ട് അച്ഛൻ എന്നുള്ള ആ ഒരു വിചാരമോ ഒന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക്. പ്രത്യേകിച്ച് ഈ പാപ്പുമോളൊക്കെ ഇപ്പോഴ് 10-12 വയസ്സായി. ഈ 12 വയസ്സായിട്ടും ആ കുട്ടിക്ക് അച്ഛനെ കാണണമെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും പിന്നെന്താ പറയുക, അവരുടെ വീട്ടിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അതാണ്. അപ്പോൾ ഈ ബാല ഇങ്ങനെ ഈ പ്രസ്താവന നടത്തിയതിനെതിരെ അഭിരാമി സുരേഷ്, അമൃത സുരേഷിയുടെ പിന്നെ അനുജത്തി സഹോദരി രംഗത്ത് വന്നിരുന്നു. അതും ബാല പറയുന്നുണ്ട്, ഈ അഭിരാമിയുമായിട്ട് എനിക്ക് യാതൊരുവിധ പിണക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എന്തിനാണ് അഭിരാമി എന്നെ ഇങ്ങനെ പറയുന്നത് എന്ന് ബാല ചോദിക്കുന്നുണ്ട്. പിന്നെ ബാല പറയുന്ന മറ്റൊരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഭിരാമി പറയുന്നുണ്ട് ഇവിടെ ഒരു കുട്ടിയും കൂടിയുണ്ട്, അത് നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടി എന്ന്. ബാല പറയുന്ന കാര്യം തന്നെയാണ്. കാരണം ഞങ്ങളുടെ കുട്ടി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അതായത് ഈ പാപ്പുമോളുടെ ഏറ്റവും കൂടുതൽ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയ്ക്കും അതുപോലെ അമൃതയ്ക്കും മാത്രമാണ്, വേറെ ഒരാൾക്കുമില്ല. പാപ്പുമോളിലെ അവകാശം ഇവർക്ക് 2 പേർക്കും മാത്രമേ ഉള്ളൂ. ഇനി മറ്റാര് വന്നു കഴിഞ്ഞാലും സ്വന്തം അച്ഛന് ഏത് നിമിഷം വേണമെങ്കിലും മകളെ കാണാം. അപ്പോൾ കോടതി ഉത്തരവ് ഇങ്ങനെയാണ്, എല്ലാ മാസവും സെക്കൻഡ് സാറ്റർഡേ വെച്ചിട്ട് മകളെ കാണിക്കണം എന്നാണ് കോടതി ഉത്തരവ്. പക്ഷേ ഇതുവരെ അത് പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു നീതി തനിക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ബാല പറയുന്നത്. ബാല ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ബാല ഇത്ര നാളും ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ബാല എല്ലാം ഒരു തമാശ രൂപത്തിൽ പറയുന്നൊരു ബാലേനെയാണ്. പക്ഷേ ഇപ്പോഴും ബാല ഭയങ്കരമായിട്ട്, അതായത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഭാഷയിലാണ് ബാല സംസാരിക്കുന്നത്. ബാലക്ക് അത്രയും അതിയായ ആഗ്രഹമുണ്ട്, മകളെ ഒന്ന് കാണണം, അവളോടൊന്ന് സംസാരിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊക്കെ അന്നേ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ബാല ഇത്ര നാളും പോകാത്തതെന്ന്. പക്ഷേ ബാലയെ കാണിക്കാത്തതുകൊണ്ടാണ്. ബാലയുടെ കയ്യിൽ കോടതി ഉത്തരവുണ്ട്, എന്നിട്ടും ഇവർ കാണിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നെ ഈ കുട്ടിയെ ആണെങ്കിൽ ചിലപ്പോൾ ബ്രെയിൻ വാഷ് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും, മോളെ അച്ഛൻ കൂടിനാണേ. പിന്നെ ഒരു പോക്സോ കേസിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. 3 വയസ്സായ കുട്ടിയെ പീഡിപ്പിക്കാൻ നടന്നു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ഒരിക്കലും നമ്മൾക്ക് പൊറുക്കാൻ കഴിയില്ല കൊടുത്തവരോട്. അത് കൊടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല, ഇനി അമൃത സുരേഷ് ആണോ കൊടുത്തതെന്നറിയില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ അച്ഛനെതിരെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതൊരു വളരെ വലിയ തെറ്റ് തന്നെയാണ്. ഇപ്പോഴും നിങ്ങളുടെ മുന്നിലുള്ള ഒരു
ഏക വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ഒരു കോംപ്രമൈസിലെത്തുക. അതായത് ബാലയെ ആ കുട്ടിയെ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എത്രത്തോളം മോശക്കാരനായിക്കോട്ടെ, ഇനി എത്രത്തോളം അതായത് തിരിഞ്ഞു നോക്കാത്തവനായിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ ആ കുട്ടിയുടെ മേലെയുള്ള ആ പൂർണ്ണ അധികാരം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എന്ന് പറയുന്ന അധികാരം ബാലയ്ക്ക് തന്നെയാണ്. അത് ഒരാൾക്കും അത് പിന്നെ എന്താ പറയുക അല്ലാന്ന് പറയാൻ കഴിയില്ലാതെ. ഒരു പക്ഷേ ഈ പിന്നെ അമൃത സുരേഷിൻ്റെയും അഭിരാമി സുരേഷിൻ്റെയും അമ്മയാണ് കുട്ടിയെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊക്കെ കൂടുതൽ അധികാരം ബാലയ്ക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുപോലെ തന്നെ ബാല ഒരു പ്രാവശ്യം ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോയി. കാരണം അങ്ങനെയെങ്കിലും കാണാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ടീച്ചർമാർ പറഞ്ഞൊരു വാക്കുണ്ട്, ബാല കുട്ടിയെ അങ്ങനെ കാണിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ജോലി പോകും. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാം, ബാലയെ എന്നിട്ട് ഇവിടെ ഗസ്റ്റായിട്ട് വിളിക്കാം, അപ്പോഴും ബാലയ്ക്ക് കാണാലോ എന്നുള്ള തരത്തിൽ വരെ. അത്രത്തോളം ഒരു അച്ഛനൊരു അധികാരമില്ലേ? ഈ കുട്ടിയിലൊരു അധികാരമില്ലേ അച്ഛനിൽ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ മനുഷ്യൻ ഇത്രയും ചങ്കുപൊട്ടി പറയണമെങ്കിൽ അദ്ദേഹത്തിന് ആ നല്ല രീതിയിൽ ആ വിഷമം വന്നിട്ടുണ്ട്. അതാണ് നല്ല രീതിയിൽ വിഷമം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മൊത്തം, അദ്ദേഹത്തിൻ്റെ പിന്നെ അമ്മയും അതുപോലെ തന്നെ സഹോദരന്മാരും സഹോദരിമാരും ഇവർക്കൊക്കെ ഉണ്ടാവില്ലേ? ഈ അമ്മയ്ക്ക് 73 വയസ്സുള്ള അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ബാലയ്ക്ക് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് അദ്ദേഹം ഒരു തമാശ രൂപത്തിൽ പറയുന്നില്ല. ഇത്ര നാളെന്ന് പറഞ്ഞാൽ ഈ ആറാട്ടണ്ണൻ്റെ പ്രശ്നവും അല്ലെ മറ്റുള്ള പ്രശ്നവും അതുപോലെ തന്നെ ഈ ബാലയും അമൃത സുരേഷും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം, അതായത് രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാലയാണെങ്കിൽ തന്നെ എലിസബത്ത് കം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ടോ, അതുപോലെ അമൃത സുരേഷ് ആണെങ്കിൽ അവർ ഭയങ്കര പ്രേമിച്ചുകൊണ്ട് നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് ചെയ്യുക. അതായത് ഇങ്ങനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്, ഞാനിങ്ങനെ സന്തോഷിച്ച് ജീവിക്കാമെന്ന് ഒരാൾ ഞാൻ ഇതുപോലെ സന്തോഷിച്ച് ജീവിക്കുന്നുണ്ടെന്ന് ഒരാൾ പറയുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ബാല പറയുന്നത് മനസ്സിൽ തട്ടിയിട്ടാണ്, ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ ഈ കുടുംബം അഭിരാമീൻ്റെ പ്രശ്നം തന്നെയാണ് പറയുന്നത്. ഇന്നും എൻ്റെ അനുജത്തിയെ പോലെയാണ് അഭിരാമിയെ കാണുന്നത്. ഒരിക്കലും അഭിരാമിയെ എനിക്ക് വെറുക്കാൻ കഴിയില്ല, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ബാലയ്ക്ക് ഇപ്പോഴും ആ കുടുംബത്തോട് സ്നേഹമുണ്ട്. അത് ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അഭിരാമീൻ്റെ ഒരു പോസ്റ്റ് കണ്ടതാണ്. അതായത് ഇവരുടെ പണം ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ട് നടക്കുന്നവരാണ് എന്നുള്ള തരത്തിലൊക്കെ വരുന്നുണ്ട് എന്ന്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അത് പിന്നെ അതങ്ങനെ പൈസേൻ്റെ മുകളിൽ അങ്ങനെ ഒരു സൈബർ അറ്റാക്ക് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇന്ന് ബാലേൻ്റെ ആ ഒരു വർത്തമാനം കേട്ടിട്ട്, അദ്ദേഹം സംസാരിക്കുന്ന രീതി കേട്ടിട്ട്, അദ്ദേഹം അങ്ങനെ ഒരു വലിയൊരു വൈരാഗ്യമൊന്നും ഈ കുടുംബത്തോട് അങ്ങനെ വെച്ച് പുലർത്തുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് അഭിരാമിയോടായാലും അമൃതയോടായാലും അതുപോലെ തന്നെ പിന്നെ ബാല, നിങ്ങൾ 3 പേരും അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ പറയേണ്ടത്, എല്ലാവരും സ്നേഹത്തോടു കൂടി ഇരിക്കുക. അതുപോലെ ആ കുട്ടിയെ കാണിക്കണമെങ്കിൽ കാണിക്കുക. അദ്ദേഹം അച്ഛനല്ലേ, ഇനി എന്തൊക്കെ ആയിക്കോട്ടെ അദ്ദേഹം ആ കുട്ടിയുടെ അച്ഛനാണ്. അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിൻ്റെ പുറത്തെങ്കിലും ആ 12 വയസ്സായ മകളെ പറഞ്ഞ് മനസ്സിലാക്കുക, മോളെ ഞാനും നിൻ്റെ അച്ഛനും തമ്മിൽ മാത്രമാണ് പ്രശ്നം, നിനക്കിപ്പോഴും നിൻ്റെ അച്ഛൻ ബാല തന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ 2 ദിവസമൊക്കെ ബാലയുടെ ഫ്ലാറ്റിലേക്ക് വിട്. ബാലയും ആ കൊച്ചുമൊക്കെ ജീവിക്കട്ടെ നല്ല രീതിയിൽ. ആകെയുള്ളൊരു ജീവിതമല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ എന്താ പറയേണ്ടത്, ഈ പ്രശ്നമാക്കിയിട്ട് ജീവിക്കണോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.